ശാരദ ടീച്ചറുടെ നവതി ആഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതോടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കം പങ്കെടുക്കുന്നുണ്ട് അതിലേക്ക്. അന്നേരം പറഞ്ഞത് ശാരദയോട് ചോദിച്ചാൽ മതി. ഭയങ്കര വലിയൊരു രാഷ്ട്രീയക്കാരൻ്റെ മനസ്സാണെങ്കിലും ചില സന്ദർഭങ്ങളിൽ സഖാവിന് അനിയത്തിൻ്റെ മരണം ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അത് ഒളിവിൽ കഴിയുന്ന സമയത്താണ് അഞ്ചത്തിൻ്റെ കല്യാണം കഴിയുന്നതും മരിക്കുന്നതും എല്ലാം. അത് അറിയുന്നത് എത്രയോ കഴിഞ്ഞ ശേഷം. അപ്പോൾ ആ ഒരു മനസ്സിൽ എപ്പോഴും ഉണ്ട് എന്ന് ഞാൻ ലാസ്റ്റ് വരെ അത് മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു രാഷ്ട്രീയത്തിന് അതീതമാണ്. ഞാനിപ്പോൾ എൻ്റെ അടുത്ത് സുരേഷ് ഗോപി നിൽക്കണ്ടേ, രാഷ്ട്രീയം നിങ്ങൾ അതിൽ കാണാനേ പാടില്ല. ഞങ്ങൾ സ്നേഹം അതാണ്. ഞാൻ എല്ലാ രാഷ്ട്രീയക്കാരും സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അതിൽ ഞാൻ ഇപ്പം നിങ്ങളെ മുമ്പിൽ പറയുന്നത്, ഞാൻ എല്ലാവരും ഒരേപോലെയാണ് ഞാൻ സ്നേഹിക്കുന്നത്. നേരത്തെ പറഞ്ഞില്ലേ ഞാൻ കുട്ടികളെ സ്നേഹിക്കുന്നത്, അതേപോലെ തന്നെ ഞാൻ എല്ലാ വ്യക്തികളെയും ഞാൻ സ്നേഹിക്കുന്നത്. പക്ഷെ എല്ലാവർക്കും അറിയില്ല ഞാൻ നായനാറ ഭാര്യയാണ്, വലിയ കമ്മ്യൂണിസ്റ്റുകാരിയാണ്. അത് മാത്രമേ ഞാൻ എനിക്ക് സ്നേഹിക്കുന്ന ഒരു മനസ്സെൻ്റെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ട്. എല്ലാവരെയും സ്നേഹിക്കാം. ഞാനിപ്പോൾ കല്യാശ്ശേരി എൻ്റെ വീട്ടിൽ താമസിക്കുന്നുണ്ട്, ഒറ്റയ്ക്ക് താമസിക്കുന്നുണ്ട്. നോക്കാൻ കൂടെ ആളുണ്ടെങ്കിലും ഞാൻ അധികം ഒറ്റക്കല്ല. എൻ്റെ ഇവിടെ എൻ്റെ പ്രിയ നേരത്തെ പറഞ്ഞു അത് പ്രിയതയും വന്ന് രാവിലെയും ഉച്ചക്കിൻ്റെ എല്ലാം അന്വേഷിക്കുന്നുണ്ട്. എങ്കിലും കൂടി എനിക്ക് എൻ്റെ നാട്ടുകാർ എൻ്റെ നാട്ടുകാർ എന്നെ എന്നും സ്നേഹിക്കുന്നത്. ഞാൻ രാഷ്ട്രീയം നോക്കിയിട്ട് അവർ ഓരോരാളെ എൻ്റെ ആവശ്യങ്ങൾ അവർ നിറവേറ്റി തരുന്നതും എനിക്ക് മരുന്ന് വാങ്ങിക്കൊണ്ട് തരുന്നതും എന്ത് വേണമെന്ന് ചോദിച്ചാൽ ഞാൻ എൻ്റെ കുട്ടികളോട് പറഞ്ഞാൽ മതി. അത് എനിക്ക് എല്ലാ കാര്യങ്ങളും ശരിയാക്കി തരുന്നുണ്ട്. അത് ഞാനിപ്പോൾ നിങ്ങളെല്ലാം വിചാരിക്കും ഇതെന്താ വരുത്തി സുരേഷ് ഗോപിൻ്റെ അടുത്ത് ഇങ്ങനെ വർത്താനോ. ഞാൻ സുരേഷ് ഗോപിയല്ല, ഇതിപ്പോൾ വേറൊരു ഗോപിയായാലും ഞാൻ അതേപോലെ തന്നെ സംസാരിക്കും. എന്നെ ആരോ സ്നേഹിക്കുന്നു, ഞാൻ അവരെ എന്നെ സ്നേഹിച്ചിട്ടില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് സ്നേഹിക്കും. അതാണ് എന്നെ സ്നേഹിച്ചിട്ടും വേണ്ട, ഞാൻ അങ്ങോട്ട് സ്നേഹിക്കും. അതാണ് എൻ്റെ ഒരു മനസ്സിപ്പോഴും അതാണ്. അതെല്ലാവർക്കും അറിയുമെന്ന് എനിക്കറിയില്ല. ഞാൻ അന്ന് സഖാവിൻ്റെ കണ്ണുകളിൽ കണ്ട കണ്ണീരെന്ന് പറയുന്നത് ഒരു മുത്തശ്ശൻ എന്ന നിലയ്ക്ക്, ഒരുപക്ഷെ ഒരു കുടുംബത്തിൻ്റെ കാരണവരെന്ന നിലയ്ക്ക് നമുക്ക് നമ്മുടെ താല്പര്യങ്ങൾ, നമ്മുടെ നിഷ്കർഷതകൾ കുടുംബത്തിന് മേൽ അടിച്ചേൽപ്പിക്കുന്നത് യോഗ്യതയല്ലടോ. ഞാൻ എൻ്റെ കുടുംബത്തിൻ്റെ മനസ്സന്തോഷത്തിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്തത് എന്ന് പറയുന്ന ഒരു സഖാവിനെയും എനിക്കറിയാം. നേരത്തെ പറഞ്ഞ സ്കോട്ട്സിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് തന്നെയാണ് അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് മെഡിക്കൽ കോളേജിൽ നിന്ന് കൊണ്ടുപോകുമ്പോൾ വീൽ ചെയറിൽ ഇരുത്തിക്കൊണ്ടുവന്ന് എന്നോടും വന്ന് അവിടെ ഉണ്ടായിരുന്ന ബെഡിൽ എന്നെ ഇരുത്തിയിട്ട് ഒരു 10 മിനിറ്റെങ്കിലും സംസാരിച്ച് ആണ് അദ്ദേഹം അന്ന് ഡൽഹിക്ക് പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു വലിയ ബന്ധമുണ്ട്. അതൊന്നും ഒരു രാഷ്ട്രീയത്തിൻ്റെ പേരിലും നമുക്ക് അങ്ങനെ അത് ബന്ധമാണ്. അപ്പോൾ ഇന്നൊരു പക്ഷേ അമ്മയെ മക്കളുടെ കൂടെ ആക്കി അദ്ദേഹം പോയെങ്കിൽ അങ്ങനെയുള്ള മക്കളുടെ കൂട്ടത്തിൽ എൻ്റെയും കൂടി ഉത്തരവാദിത്വമാണ് ഈ അമ്മയുടെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, അമ്മയോടൊപ്പം അമ്മയുടെ സന്തോഷത്തിന് വേണ്ടി വർത്തിക്കുക എന്നുള്ളത് എൻ്റെയും കൂടി കടമയാണ്. എൻ്റെ അമ്മ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു 84-85 വയസ്സ്. എൻ്റെ അമ്മയുടെ ഒരു പെരുപ്പിച്ച രൂപം തന്നെയാണ് ഈ അമ്മ. നവതി ആഘോഷങ്ങൾ, ശാരദ ടീച്ചറിൻ്റെ നവതി ആഘോഷങ്ങൾ നടക്കുന്നു. അവിടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കം പങ്കെടുക്കുന്നു. പഴയ ഓർമ്മകൾ, ഇ കെ നായനാരുടെ ഓർമ്മകളൊക്കെ പങ്കുവയ്ക്കുകയും ചെയ്യുന്നു. അതാണ് കണ്ടത്. ഇനി